ദീപ നിഷാന്തിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെയും നിലപാടുകളിലൂടെയും ഒക്കെ ദീപ നിഷാന്ത് കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ദീപ നിഷാന്ത് കവിത മോഷണവുമായി ബന്ധപ്പെട്ട് ദീപ നിഷാന്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ മറുപടി പറഞ്ഞും ദീപ നിഷാന്ത് മുൻപ് രംഗത്ത് വന്നിരുന്നു. കവിത മോഷണത്തോടെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനു മുന്നിൽ തന്റെ വിശ്വാസ്യത നഷ്ടമായത് മുൻപ് കേരളവർമ്മ കോളേജ് അധ്യാപികയായിരുന്ന ദീപ നിഷാന്ത് ചർച്ചകൾക്ക് പിന്നാലെ തുറന്നു പറഞ്ഞതും കേരളം കണ്ടതാണ്. വലിയ പിഴവാണ് പറ്റിയതെന്നും കലേഷിനോട് വീണ്ടും മാപ്പ് ചോദിക്കുന്നുവെന്നും ദീപ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കലേഷിന്റെ കവിത തന്റേതാണെന്ന് വിശ്വസിപ്പിച്ച് അയച്ചതെന്ന ശ്രീചിത്രനെക്കുറിച്ച് ആദ്യം പറയാതിരുന്നതും കലേഷിനോട് തെറ്റ് ചെയ്തുവെന്ന് പറയാതിരുന്നതും സ്വന്തം വരികളാണെന്ന വാദത്തിൽ അയാൾ ഉറച്ചു നിന്നതിനാലാണെന്നും തെറ്റ് ചെയ്താലും തിരുത്താനുള്ള അവസരം നൽകണമെന്നും വലിയ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ദീപ അന്ന് തുറന്നു പറഞ്ഞതും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ദീപയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ചർച്ചകൾ നടന്നതുമൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ അതാ ഗണഗാനവും ദീപ നിഷാന്തും ശ്രീജിത്ത് പണിക്കരുടെ രാഷ്ട്രീയ നിരീക്ഷണവും ഒക്കെ തന്നെയാണ് സജീവ ചർച്ചാ വിഷയം. ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ആവേശം കൂടിയപ്പോൾ ഇത്തവണ കോപ്പിയടിച്ചത് ഗണഗീതം. ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്ന് ചോദിച്ചുകൊണ്ട് ആവേശത്തിലെ ഫഹദ് ഫാസിലിന്റെ ചിത്രവും പങ്കുവച്ചുകൊണ്ടാണ് ദീപ നിഷാന്തിനോട് ശ്രീജിത്ത് പണിക്കർ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ദീപ നിഷാന്തുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. വിദേശ രാജ്യത്ത് നിന്നുമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ചിത്രത്തിന് അടിക്കുറിപ്പായി കുറിച്ച ഗണഗീതമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ, ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തല കുമ്പിട്ട് തരും പൂങ്കുമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, അമരരാവുക പ്രിയരെ എന്നാണ് UK നിന്നും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദീപ നിഷാന്ത് കുറിച്ചത്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി ദീപയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നാലെ എത്തിയിരിക്കുന്നത്. ഒരു കമന്റ് ഇങ്ങനെയാണ്: ഇത് സംഘികളുടെ ഗണഗീതമാണല്ലോ, അപ്പോൾ നിങ്ങൾ സംഘിണിയാണോ എന്ന്. ദീപ നിഷാന്ത് അതിന് മറുപടി നൽകിയിട്ടുണ്ട്, അതറിഞ്ഞില്ലേ എന്ന്. ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്നുള്ളതാണ് മറ്റൊരു കമന്റ്. BJP നേതാവ് സന്ദീപ് വാര്യരും മറുപടി പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ കമന്റ് ഇങ്ങനെയാണ്: ദീപ നിഷാന്ത് ജിക്കൊരു നമസ്തേ പറയൂ മിത്രങ്ങളെ എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചത്. അതിന് ദീപ നിഷാന്തിന്റെ മറുപടിയുമുണ്ട്. ഹോ, അറിയാതിരിക്കുമായിരുന്നു, സന്ദീപ് ജി ഇട്ടപ്പോൾ നമ്മൾ ഒന്നിച്ചു പാടിയ ആ പഴയ ശാഖാകാലം ഓർത്തുപോയി എന്ന മറുപടിയും ദീപ നിഷാന്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും ശ്രീജിത്ത് പണിക്കരുടെ നിരീക്ഷണത്തിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചില കമന്റുകൾ ഇങ്ങനെയാണ്: മാന്യമഹാജനങ്ങളെ, മാന്യത മൂടുപടം മാറ്റണേ, യൗവനകാലം അതിമധുരമേ, ഉല്ലാസവേളകളിൽ ആറാടണേ, 17-14 ലോകത്തിൽ നമ്മൾ തൻ കോപ്പിയടി വ്യാപിക്കണേ, വേണം അതിൽ ആനന്ദം, വേണം നല്ല പിന്തുണ, തൊലിക്കട്ടിയിൽ റീനോ തോൽക്കണം, മാന്യമഹാജനങ്ങളെ, മാന്യത മൂടുപടം മാറ്റണേ, റിപ്പീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കമന്റ്. മറ്റൊരു കമന്റ് ഞങ്ങളുടെ പുതിയ ജി ആണ്, ആരംഭത്തിൽ തന്നെ അപമാനിക്കാതെ എന്ന. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ എങ്ങനെയായെന്ന് നിങ്ങളറിയാതെ നിങ്ങളിൽ ഞങ്ങളെ കാണുന്ന ആ ചേട്ടനും കൂടിയുണ്ട്. സഖാക്കളെല്ലാം ഇപ്പോൾ ബൂർഷ രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ പണിക്കരെ എന്ന് പറഞ്ഞവരുമുണ്ട്. പ്രാർത്ഥനയൊക്കെ കോപ്പിയടിച്ച് സ്വന്തം പേരിലാക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ കിടക്കുന്ന പാട്ടുകൾ ഇനി തൻ്റെ കവിതയാണെന്ന് പറഞ്ഞ് FB പോസ്റ്റാക്കി ഇടുമല്ലോ എൻ്റെ കർത്താവേ എന്നാണ് മറ്റൊരു കമന്റ്. ഏതായാലും തൻ്റെ പോസ്റ്റിന് താഴെ വിമർശനവുമായി വന്നവർക്കുള്ള മറുപടി ദീപ നിഷാന്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ദീപ നിഷാന്തിൻ്റെ പുതിയ കുറിപ്പും ചർച്ചകളും മറുപടിയും.